ഹേ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എറണാകുളത്ത് പോയുള്ളൊരു വ്ളോഗാണ്. ഞങ്ങൾ കോഴിക്കോട് വരെ ബസ്സിനാണ് പോയത്. അവിടെ ഞങ്ങൾ ട്രെയിനിൽ കയറി പോയി. വയനാട് കഴിഞ്ഞപ്പം തന്നെ ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ട്രെയിനൊക്കെ കണ്ട് അവിടെ ഇരുന്നു. പിന്നെ ഒരു 1:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ട്രെയിൻ അവിടെ എത്തി. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡും ഉണ്ടായിരുന്നു, കുഷ്കയായിരുന്നു കൊണ്ടുവന്ന്. അപ്പോൾ അത് അവിടെ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൂമിലെത്തി. രാത്രി ഫുഡ് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോയി. രാത്രി ആണെങ്കിൽ എറണാകുളത്ത് അടാറ് ചൂടാ. പിന്നെ ഞങ്ങൾ ഒരു തട്ടുകടയിൽ കയറി. അവിടെ നല്ല ഫുഡൊക്കെ മേടിച്ചു. ആ കടയത്തെ ചേച്ചി അടിപൊളി വൈബ് ചേച്ചിയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് പാർസൽ വാങ്ങിയിട്ട് തിരിച്ച് റൂമിലേക്ക് നടന്നുപോയി. നല്ല അടിപൊളി പൊറോട്ടയും ദോശയും ചപ്പാത്തിയും എല്ലാം ഉണ്ടായിരുന്നു. നല്ല അടാറ് ടേസ്റ്റാണ്. അത് ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്തെ ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങി. രസമുണ്ടോ? അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയി. നല്ല വിശപ്പുള്ളതുകൊണ്ട് ആക്രാന്തത്തിൽ കടിച്ചു പൊറിച്ച് തിന്നുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പിറ്റേന്ന് ഞങ്ങൾക്ക് ട്രെയിൻ 1:30 അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കോസ്റ്റ്യൂം? കൊള്ളാവോ? അങ്ങനെ കുറച്ച് ജാടയൊക്കെ ഇട്ട് റൂമൊക്കെ ഇട്ട് ചായ കുടിക്കാൻ അങ്ങ് പോയി. നല്ല അടിപൊളി ചായ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മെട്രോ കയറാൻ പോയി. അങ്ങനെ എക്സിലേറ്റർ കയറ്റുമ്പോൾ ഉപ്പച്ചിക്ക് പേടിയുണ്ടാവുണ്ടാന്ന് വിചാരിച്ചിട്ട് ഉപ്പച്ചീൻ്റെ കൈ പിടിച്ച് കേട്ടോ ഗൈസ്. ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ അല്ലേ? പിന്നെ ഞങ്ങൾ മെട്രോ കയറി. ഞങ്ങൾ മെട്രോ ആണ് അത് വരുന്നത്, ഞങ്ങൾക്ക് കയറാനുള്ള മെട്രോ. അപ്പോൾ മെട്രോ കയറിയിട്ട് ഒരു വീഡിയോ എടുക്കൽ നടന്നിട്ടില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ എറണാകുളത്ത് വന്നത് ഉപ്പച്ചീൻ്റെ കാല് കാണിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ മെട്രോ ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് നടന്നു പോവുകയാണ്. ആ ഹോസ്പിറ്റലിൻ്റെ പേര് റിനൈ മെഡിസിറ്റിയാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് ഇനി അവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെ ഒരു ബ്രൗണിയും കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഞങ്ങളൊരു ഫോട്ടോസ് പോയിട്ട് അവിടെ നിന്ന് തന്നെ തട്ടുകടയിൽ നിന്ന് ചോറ് തന്നു. ചോറ് നല്ല കിടിലൻ ടേസ്റ്റായിട്ട് ഞങ്ങൾ നക്കി പിടിച്ച് വിട്ടു. പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. അങ്ങനെ ബോട്ടിങ്ങിന് വേണ്ട ടിക്കറ്റെല്ലാം എടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബോട്ട് കയറാൻ പോവാണ് ഗൈസ്. അങ്ങനെ ബോട്ട് കയറുന്നതിന് മുമ്പ് ഞങ്ങളൊരു തൊപ്പി വാങ്ങി. അങ്ങനെ ഞങ്ങൾ ബോട്ട് വന്നപ്പോൾ ഞങ്ങൾ ബോട്ട് കയറി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടാറ് ലുക്കാണ്. ഞാൻ ജെല്ലി ഫിഷിനെയൊക്കെ കണ്ടു ഗൈസ്. ഞാൻ തൊപ്പി വെച്ചിട്ട് കൊള്ളാവോ? പിന്നെ കുറച്ച് നേരം കാലത്തെ കാഴ്ചയെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങ് പോയി. അങ്ങനെ ആസ്വദിച്ച് ഞങ്ങളുടെ ട്രെയിനും പോയി. പിന്നെ 1:30 എന്നുള്ള എല്ലാം കൂടി 3 മണിയായി. പിന്നെ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഷേക്കും ഡോണറ്റൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്കുള്ള തിരിച്ച് ബോട്ടിലേക്ക് കയറിയിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോച്ചിൽ ഇറങ്ങി. അവിടെ നിന്ന് കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും കളിച്ചു. പിന്നെ ഞങ്ങൾ മീൻ പിടിക്കുന്നുണ്ട്. പുതിയ ഗാഡ്ജറ്റെല്ലാം കൊണ്ടാണ് ഒരു മീൻ പിടിക്കണേ. നല്ല രസമുണ്ടേനും കാണാൻ. അങ്ങനെ ഉപ്പച്ചീൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു 4 മണിക്കൊരു ബസ്സുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. 4 മണീൻ്റെ ബസ് 6 മണിയായപ്പോൾ വന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. ബസ്സൊന്നും എടുക്കാൻ നടന്നിട്ടില്ല. ഉറങ്ങലായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.